വിവാഹവും ശനിയും. ശനിദോഷം ബാധിച്ചാൽ വിവാഹം നടക്കാതിരിക്കുമോ? കണ്ടക ശനി കാലത്ത് വിവാഹം നടക്കുമോ? അഷ്ടമ ശനി വരുന്നാൽ വിവാഹത്തിന് തടസ്സമാകുമോ? ഇങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ആളുകൾ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ 7ാം ഭാവത്തിൽ ശനി വന്നു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളുണ്ട്, ഗുണവും ദോഷവും ഉണ്ട്. 7ലെ ശനി വന്നു കഴിഞ്ഞാൽ പങ്കാളി നമുക്ക് ഇഷ്ടപ്രദമായിട്ടുള്ളൊരു വ്യക്തി ആയിരിക്കാം. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ ദുരിതങ്ങൾ ഉണ്ടാവാം. ഒപ്പം തന്നെ വിവാഹത്തിന് തടസ്സമൊക്കെ. അപ്പോൾ ശനിയും വിവാഹ തടസ്സവും എന്ന് പറഞ്ഞാൽ 7ാം ഭാവത്തിലേക്ക് ശനി നോക്കുകയോ ദൃഷ്ടി ചെയ്യുകയോ ഒക്കെ ചെയ്താൽ ജാതകന്റെ വിവാഹം വൈകും എന്ന് പറയാം. അതുപോലെ 9ൽ ശനി നിന്നാൽ വിവാഹത്തിന് കാലതാമസം വരാം. വിവാഹശേഷം ഭർത്താവിന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിൽ അല്ലെങ്കിൽ ഭാര്യയുടെ ആയുരാരോഗ്യ സൗഖ്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ 7ാം ഭാവത്തിൽ ശനി നിൽക്കാം, 7ാം ഭാവത്തിലേക്ക് ശനി നോക്കുക, ദൃഷ്ടി ഉണ്ടാവുക. 9ൽ ശനി നിൽക്കുക. 9ൽ ശനി നിന്നാൽ വിവാഹം പെട്ടെന്ന് നടക്കില്ല. 9ൽ ശനിയാണെങ്കിൽ വിവാഹത്തിന് കാലതാമസം ഉണ്ടാവാം. സ്ത്രീയുടെ ജാതകത്തിലാണെങ്കിൽ ഭർത്താവിന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിൽ ശ്രദ്ധിക്കാം. പുരുഷന്റെ ജാതകത്തിലാണ് ശനിയെങ്കിൽ ഭാര്യയുടെ ആയുരാരോഗ്യ സൗഖ്യത്തിൽ ശ്രദ്ധിക്കാം.